കൊട്ടിയും കയറൊക്കെ ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ഒന്നല്ല കേട്ടോ, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വ്ളോഗിലേക്ക് കിടക്കാം. അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നേരമൊക്കെ വെളുത്ത് വന്നപ്പോൾ രാവിലെ തന്നെ ഞാനത് ആ കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചണിലെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പോയിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഇടുകയാണ് കേട്ടോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് കറണ്ട് പോയിട്ട് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അതിന് ശേഷം പിന്നെ കിച്ചണിലെ ജനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് നല്ല ഫ്രഷ് എയറൊക്കെ ഒന്ന് അകത്തേക്ക് ആക്കും. അതിന് ശേഷം ഇതാ പുറത്തേക്കൊന്ന് ഇറങ്ങി, പുറത്തത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുളമാണ്. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഒരു ദൃശ്യമാണത്. പിന്നെ ഇതാ അവിടെ ഞാൻ പിന്നെ എണീറ്റ് വന്നാൽ നേരെ പോയിരിക്കുക, ഒരു ഊഞ്ഞാലുണ്ട് ചൂരലിൻ്റെ, അതിലാണ് കുറച്ച് നേരം ഇരിക്കും. അപ്പോഴേക്കും ഇതവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അത് മോൻ വളർത്തുന്ന കിളികളാണ്, ലവ് ബേർഡ്സും പ്രാവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള തീറ്റയൊക്കെ അതൊക്കെ ചെയ്യുക മോനാണ് കേട്ടോ. അവനാണ് ഇതിൻ്റെ ഭയങ്കര ക്രേസാണ് അവന്. അപ്പോൾ അതൊക്കെ നോക്കുക അവനാണ്, പ്രാവുകളും കിളികളും ഒക്കെ ആയിട്ട്. പിന്നെ ഇന്ന് രാവിലെ ചായക്ക് ഉണ്ടായിരുന്നത് പുട്ടും തലേ ദിവസം മീൻകറിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെ ചായയുടെ കടിയുടെ പണിയൊക്കെ കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുണികൾ വാഷ് ചെയ്യാനുള്ളത് ഇടും, വാഷിംഗ് മെഷീനിലിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണിക്ക് നിൽക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അതിനായിട്ട് സവോളയും തക്കാളിയും ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചി ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഓരോ ക്ലിപ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുള്ള ആ ഒരു ഭാഗമാണിത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് റെഡിയാക്കണ പണിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിന് നിന്നു. അപ്പോൾ ഇക്കയും മക്കളൊക്കെ അവിടെ TV കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കേക്കിൻ്റെ പണികളും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇൻഷാല്ലാ ഞാൻ നാളെ എങ്ങാനായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് എനിക്ക് ഓർഡർ തന്നതാണ്. ശ്രീഷ്മ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ താങ്ക്സ് ശ്രീഷ്മ. അപ്പോൾ ഇതാണ് കേട്ടോ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി. അപ്പോൾ ഓർഡർ ഉള്ള ദിവസം കേക്ക് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും മക്കൾക്കും നിക്കാക്കും എന്തായാലും കേക്ക് വേറെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ട്രസ് ലഞ്ചസിൻ്റെ റോസ് മിൽക്ക് കേക്ക് റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ആ കേക്കും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ടൈം അത്യാവശ്യമായി, ഉച്ച തിരിഞ്ഞിട്ടുണ്ട് നല്ലോണം, ഒരു 5 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്ത് ഞങ്ങൾ അവിടെ വീടിൻ്റെ ബാക്കിൽ പറമ്പുണ്ട്, പറമ്പിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇതാ വീടിൻ്റെ ബാക്കിൽ കുളം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ കുളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വഴി തന്നെയാണ് പറമ്പിലേക്ക് പോവുക. അപ്പോൾ പറമ്പിലേക്ക് പോണ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ നിറച്ച് തെങ്ങും അതുപോലെ കഴുങ്ങും ഒക്കെ ആയിട്ട് നിൽക്കണ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നാൽ വീടിൻ്റെ ബാക്ക് സൈഡ് കാണുന്നതാണ് കേട്ടോ ഇത്. അപ്പം ഞാനും മോളും പിന്നെ സത്യേച്ചി ഉണ്ട്, സത്യേച്ചി ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ 3 കൂടിയിട്ടാണ് പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പുല്ലൊക്കെ ഉണ്ട്, നന്നായിട്ട് പുല്ലുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാഴക്കോലൊക്കെ ഉണ്ട്, വെട്ടാറായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോണ ഭാഗങ്ങളാണ് ഒരു കഴുങ്ങും അതുപോലെ വാഴയൊക്കെയാണ് പറമ്പിലുള്ളത്. തെങ്ങുണ്ട്. പറമ്പിലേക്കൊന്നും സാധാരണ ഞങ്ങൾ പോവാറില്ല, എപ്പോഴും പോവാറൊന്നുമില്ല. അപ്പോൾ നന്നായി മൊന്ത കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു പാലാണ് കേട്ടോ. അവിടെ പുഴയുണ്ട് ബാക്കിൽ, ഈ പറമ്പിൻ്റെ ബാക്കിലായിട്ട് പുഴ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാലാണ് കാണുന്നത്. ആ പാലത്തിൽ കൂടെ ആൾക്കാർ പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ട് ആ ഒരു പാലത്തിൽ കൂടെയാണ്. അപ്പോൾ അത് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടു നിൽക്കാനായിട്ട്. ഇനി ഇവിടെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ പുഴ ഒഴുകണതൊക്കെ ഇങ്ങനെ കാണാം. ഇതിപ്പോൾ ജസ്റ്റ് ആണ് നിൽക്കണുള്ളൂ. അപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറമ്പിലേക്ക് എത്തിയിട്ടില്ല, ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള ആ ഒരു പറമ്പിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അതാ പോയോണ്ടിരിക്കുകയാണ്. ഈ പറമ്പിൻ്റെ ബാക്കിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. മോളും സത്യേച്ചിയും കൂടിയിട്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ പിന്നാലെ വീഡിയോ എടുക്കലും ഒക്കെ കൂടിയായിട്ട് ഞാനും പിന്നാലെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് പറമ്പ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്നിട്ട് പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് വരാൻ പറ്റിയതല്ല. നല്ല മൊന്തിയിരുന്നു ഇവിടെ. അപ്പോൾ വാഴക്കൊല ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് വെട്ടും കൂടി ചെയ്യാലോ വെച്ചിട്ടാണ് വന്നത്. ഇതാ സത്യേച്ചി അപ്പോൾ ഇതാ കൊല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു കൊല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫോട്ടോ കൂടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതാ പറമ്പിൽ കവുങ്ങും അതൊക്കെ പോയേക്കണം. ശരിക്കും നോക്കൊന്നും ചെയ്യാറൊന്നുമില്ല. ഇക്ക പറമ്പിലേക്ക് അങ്ങനെ വരാറൊന്നുമില്ല. പിന്നെ മോനാണ് ഇടയ്ക്ക് ഇതേപോലെ കായക്കൊല വെട്ടാനൊക്കെ ആയിട്ട് വരാറ്. ഞാൻ തീരെയും വരാറില്ല പറമ്പിലേക്ക്. അപ്പോൾ സത്യേച്ചിയൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പം അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ 2-3 കൊല ഞങ്ങൾക്ക് കിട്ടിയിട്ടാ വാഴക്കൊല. ഇവിടെ നിന്ന് നോക്കിയാൽ വീട് കാണാൻ പറ്റും കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാ കാണുന്നതാണ് കേട്ടോ വീട്. അപ്പോൾ അതാ മോളൊരു കൊല പിടിച്ചിട്ടുണ്ട്. ഒരു തേങ്ങയും കൂടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിതാ പുഴയുടെ അവിടേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു കിണർ പോലത്തെ. അപ്പോൾ ഇവിടെ ഇവർ കുട്ടികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ആദ്യം വരാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതാണ് പുഴ. പുഴ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. ഞങ്ങൾ കുറേ മുന്നേ ഇങ്ങോട്ട് വയ്ക്കുകയും കുട്ടികളൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആകെ മൊന്തയും ഒക്കെ കാട് പോലെ ആയപ്പോൾ പിന്നെ വരവൊക്കെ നിർത്തി. കണ്ടില്ലേ പുഴ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് വീടുകളും ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ പാലം. പുഴ കാണലും ഒക്കെ കഴിഞ്ഞു. കുറച്ച് 2-3 വാഴക്കൊലയും കിട്ടി, ഒരു തേങ്ങയും കിട്ടി. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടത്. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോയാലാണ് കേട്ടോ ഇങ്ങനെ പറമ്പിലേക്ക് എത്തുക. ഫ്രണ്ടിൽ കൂടെ പിന്നെ വേറെ വഴിയില്ല, റോഡാണ്. ബാക്കിലാണ് ഈ ഒരു കുളവും, പിന്നെ പറമ്പിൻ്റെ പിന്നിലാണ് ഈ പുഴയും. അപ്പോൾ സൈഡിൽ പാടം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പാടം. അപ്പോൾ പാടത്ത് അതാണ് പാടത്തിൻ്റെ ഒരു വ്യൂ. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുളത്തിൽ മീനൊക്കെ ഉണ്ടാവാറുണ്ട്. മീനൊക്കെ പിടിക്കാൻ മോനൊക്കെ വന്ന് നിന്നിട്ട് മീനൊക്കെ പിടിക്കും. കുട്ടികളൊക്കെ വന്ന് മീനൊക്കെ പിടിക്കാറുണ്ട് ചൂണ്ടിട്ടിട്ട്. അവർക്കൊരു നേരം പോക്കിനെ ജസ്റ്റ് ഒന്ന് വന്നിരിക്കണതാണ്. വലിയ മീനൊന്നും കിട്ടുന്നില്ല. ഇതാ പാടം ഈ സൈഡിലാണ്, ഇതിന്റെ ഈ ഒരു കുളത്തിന്റെ സൈഡിലാണ് പാടായിട്ട്. അപ്പൊ അതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോ സത്യേച്ചി കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആള് ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം അങ്ങനെ ഇഷ്ടമാവാണെച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാലോ. ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ